ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. ഒരു പ്രത്യേകതരം ടേസ്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി കേക്കാണ്. നല്ലൊരു ബൂസ്റ്റിൻ്റെ ഫ്ലേവറും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഒക്കെ വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഓവനില്ലാതെയാണ് ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ കേക്ക് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വിട്ടതാണ്. 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റായി കിട്ടും നമ്മൾ കേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഒരു ബൂസ്റ്റ്. നമ്മൾ കേക്കിലും ക്രീമിലും കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ടൈമിലൊക്കെ ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പിൽ കുറവായിട്ട് 2 ടേബിൾ സ്പൂണാണ് വരുന്നത്. അപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ 3 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബൂസ്റ്റിൻ്റെ പൊടി ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ കട്ട കെട്ടിയിരിക്കുന്നത്. അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യം തന്നെ അരിച്ചെടുക്കാൻ നോക്കുക, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കൂടാതെ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. കൂടാനോ കുറയാനോ ഒന്നും പാടില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് വരില്ല. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് അടുത്തതായിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 3 മുട്ടയുടെ വെള്ളം ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ബൗൾ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം, വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. കുറച്ചൊന്ന് പതപ്പിച്ചെടുത്താൽ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം 1-ലിട്ടിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ആദ്യം തന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് പൊങ്ങി നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയ്ക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ച പഞ്ചസാര അല്ല എങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചേർക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് മുഴുവൻ ഇട്ട് കൊടുത്താൽ ബാറ്റർ താണു പോകും. അപ്പോൾ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. അതും കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഡബിളായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായി വന്നാൽ അതിലേക്ക് നമുക്ക് 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. കൂടുതലായി ബീറ്റ് ചെയ്താൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. അതിനുശേഷം നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ള തട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ബാറ്ററൊക്കെ ബീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ കേക്ക് ടിന്നും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാവധാനം ഇളക്കി കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ബാറ്ററാണ്, അത് താണു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നാണ്. 8 ഇഞ്ചിൻ്റെ 1 kg മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ മാത്രം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടായിരുന്നു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തട്ടാണ്. ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. 40 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ സിറപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് പാല്, 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടിയും 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന ഷുഗർ സിറപ്പിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിറപ്പ് കേക്കിൽ ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
എന്നിട്ട് വേണമെങ്കിൽ ചൂടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ചൂടാക്കിയിട്ട് തണിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണിഞ്ഞിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ടായിരുന്നു സിറപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചൂടോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബൗളും വിസ്കുമാണ്. അപ്പോൾ ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റിലിട്ടിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബൂസ്റ്റൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും കഴിക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ടേസ്റ്റേ അല്ല, നല്ലൊരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന നമ്മൾ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നില്ലേ, ആ ഒരു ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങാം. ആദ്യം ടേൺ ടേബിളിൻ്റെ മുകളിൽ ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കേക്ക് തെന്നിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ലെയറായിട്ടായിരുന്നു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പില്ലേ, ആ ഒരു സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സിറപ്പ് അല്ലെങ്കിലും നമ്മൾ സാധാ വെള്ളത്തിൽ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയാലും മതി. ഈ ഒരു സിറപ്പ് ഇഷ്ടമില്ല എങ്കിൽ, ചോക്ലേറ്റ് കൂടുതലായിട്ട് വേണ്ട എങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല ഈസി ആയിട്ട് നല്ല നീറ്റായിട്ടും കിട്ടും. എല്ലാ സൈഡിലും ഒരുപോലെ ക്രീം കിട്ടും. ഇനി നമുക്ക് ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും ഒരുപോലെ ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കാഷ്യൂവും ബദാം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്. പക്ഷേ കേക്ക് കഴിക്കുന്ന ടൈമിൽ ഇടയ്ക്ക് നട്ട്സൊക്കെ കടിക്കാനുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടി വെതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലും ഒന്ന് വെതറി കൊടുത്തതിന് മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ലെയേഴ്സൊക്കെ വിട്ട് വരും. അപ്പോൾ ആ സെക്കൻഡ് ലെയറും നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. സെക്കൻഡ് ലെയർ ക്രീം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നട്ട്സും ബൂസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. നന്നായി വെറ്റ് ചെയ്ത കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്കിലുണ്ടാവുന്ന ഈ തരികളൊന്നും നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ക്രീമിൽ വരാതിരിക്കാനും പിന്നെ നല്ല നീറ്റായിട്ട് ഐസിങ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് സെറ്റാക്കാൻ വെക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐസിങ് നൈഫ് വെച്ചിട്ട് എല്ലാ സൈഡിലും ഒന്ന് ലെവലാക്കി എടുത്താൽ മാത്രം മതി. കൂടുതൽ ക്രീം അപ്ലൈ ചെയ്യൊന്നും വേണ്ട. അങ്ങനെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം എല്ലാ സൈഡും നന്നായി നീറ്റായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഗനാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗനാഷ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 3 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഒന്ന് ഓവനിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തണിഞ്ഞ് വന്നാൽ നമുക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഐസിങ് നൈഫ് വെച്ചിട്ട് എല്ലാ സൈഡിലും ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീം, കേക്കിന് കേക്ക്, അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ള ഒരടിപൊളി കേക്കാണ് ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളെ എന്നെ കമൻറ്റ് ബോക്സിലും കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്